ഇന്നൊരു ചെറിയ വെജിറ്റബിൾ ബിരിയാണി ആയാലും അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസും വെള്ളവും അതിനകത്തേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് നേരെ ഈ റൈസ് കുക്കറിലേക്ക് വെച്ച് കേട്ടോ. ഞാൻ ഈ ഒരു റൈസ് കുക്കറിൻ്റെ ബിഗ് ഫാനാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നാലും നമുക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിൽ തന്നെ റൈസ് പെട്ടെന്ന് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല വെജിറ്റബിൾ ബിരിയാണിയുടെ വെജിറ്റബിൾസ്. അതിനുശേഷം അതിലേക്ക് ബിരിയാണി റൈസും തട്ടിക്കൊടുത്തു. അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. ഇനി ഇതിനൊരു കറി കൂടെ വേണ്ടേ. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുകും കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം അതിലേക്കൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയും വരെ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് രൂപത്തിലാക്കി അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവറോട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഞാനും പോയി കഴിച്ചിട്ട് വരാവേ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.